കേരളത്തിൽ നടക്കുന്ന ദേശീയപാത വികസനത്തിൻ്റെ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ പെരിയ മുതൽ ചട്ടഞ്ചാൽ വരെയുള്ള ദേശീയപാത വികസനത്തിൻ്റെ അപ്ഡേറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഫെബ്രുവരി 1 രാവിലെ 9:30 മണിക്കാണ് കേട്ടോ. അപ്പോൾ പെരിയയിൽ വരുന്ന അണ്ടർ പാസേജിൻ്റെ മുകളിലുള്ള ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. ഇരുവശത്തായിട്ടും വാഹനഗതാഗതത്തിനായിട്ട് നിലവിൽ ഈ പാത തുറന്നു കൊടുത്തിട്ടുണ്ട്. പെരിയയിൽ അണ്ടർ പാസേജിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ്. അപ്പോൾ ഒരു തവണ ഇവിടെ മേഗാ കമ്പനി വർക്ക് നടക്കുമ്പോൾ ഈ അണ്ടർ പാസേജ് പൊളിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇവരെ സമരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്, പ്രതിഷേധങ്ങളൊക്കെ. നാട്ടുകാർക്കെതിരെ പോലീസ് കേസ് വന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ പെരിയ. ഇവിടെ നുള്ളിപ്പാടിയിൽ അണ്ടർ പാസേജ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരങ്ങളൊക്കെ ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോലീസ് നടപടിയെടുത്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നാട്ടുകാർ അണ്ടർ പാസേജ് അനുവദിക്കാതെ പിന്നോട്ടില്ല എന്ന് തന്നെയാണ്. അണ്ടർ പാസേജ് സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ സമരങ്ങൾ നടന്നിട്ടുണ്ട്. പല സ്ഥലത്തും അണ്ടർ പാസേജ് അല്ലെങ്കിൽ ഫുട് ഓവർ ബ്രിഡ്ജ് ചെറിയൊരു പാസേജൊക്കെ നൽകിയിട്ടുണ്ട്. എന്തായാലും നുള്ളിപ്പാടിയിൽ സമരം കനക്കുകയാണ്. അതുപോലെ തന്നെ വേറൊരു സുപ്രധാനമായൊരു വാർത്ത, നമ്മുടെ തലപ്പാടി മുതൽ മഞ്ചേശ്വരം വരെ ലൈൻ മാർക്കിംഗ്, ഇപ്പോൾ റോഡിൽ ആറുവരിപ്പാതയിൽ ലൈൻ മാർക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ബൈപ്പാസിലും പിന്നെ കാസർഗോഡ് ആദ്യത്തെ റീച്ചിലും ഇപ്പോൾ ലൈൻ മാർക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. മെയ് മാസത്തോടു കൂടി അവർ തുറന്നു കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വർക്കുകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ മേഗാ കമ്പനിയുടെ വർക്ക് ഏകദേശം 1 വർഷം എടുക്കും പൂർത്തീകരിക്കാൻ വേണ്ടി. ഈ ഭാഗത്തൊക്കെ പെട്ടെന്ന് പണികൾ കഴിയും. ചെർക്കള മുതൽ ചട്ടഞ്ചാൽ വരെ എന്തായാലും സമയമെടുക്കും അവർ വർക്ക് ഫിനിഷ് ആകാൻ വേണ്ടിയിട്ട്. ഇവിടെയൊക്കെ വർക്ക് നല്ല രീതിയിൽ പുരോഗതി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 2 ഭാഗത്തായിട്ടും നിലവിൽ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് വർക്കുകൾ നടന്നിട്ടുണ്ട്. കൂടാതെ ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. 2 ഭാഗത്തായിട്ടും നിലവിൽ ഇപ്പോൾ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഭാഗത്ത് ഇനി ടാറിംഗ് പ്രവൃത്തികൾ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് പൂർത്തീകരിക്കാൻ ബാക്കിയുണ്ട്. നമ്മളങ്ങനെ പെരിയ ബസാറിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഈ ഭാഗത്ത് 2 വശത്തായിട്ടും ടാറിംഗ് പ്രവൃത്തികൾ കുറച്ച് ഭാഗങ്ങളിലായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെരിയ ബസാറിലെ അണ്ടർ പാസേജിൻ്റെ നിർമ്മാണം, ഒരു വശത്തുള്ള നിർമ്മാണം പൂർണ്ണമായിട്ടും കഴിഞ്ഞ് അത് 3 വരിപ്പാതയിൽ കൂടിയാണ് നിലവിൽ ഇരുഭാഗത്തോട്ടും വാഹനങ്ങൾ പോകുന്നത്. കൂടാതെ ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നതായി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് നടക്കുകയാണ്. ഇപ്പോൾ ഈ അണ്ടർ പാസേജിൻ്റെ മറുവശത്തുള്ള ഭാഗത്ത് കോൺക്രീറ്റ് വർക്കുകൾ നടക്കാൻ ബാക്കിയുണ്ട്. കൂടാതെ ഈ സർവീസ് റോഡിൻ്റെ വർക്കും നടക്കാൻ ബാക്കിയുണ്ട്. നിലവിലിപ്പോൾ ഡ്രൈനേജിൻ്റെ വർക്കും തകൃതിയിൽ ഇവിടെ നടക്കുകയാണ്. ഇവിടെ മുതൽ നമ്മുടെ കുണിയ അണ്ടർ പാസേജിന് തൊട്ട് മുമ്പ് വരെ ടാറിംഗ് പ്രവൃത്തികൾ ഇരുഭാഗത്തുള്ള റോഡിലും 6 വരിപ്പാതയിൽ കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ഇവിടെ മുതൽ സർവീസ് റോഡിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇരുവശത്തോട്ടും വാഹനങ്ങൾ ഈ സർവീസ് റോഡ് കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഈ വലതു ഭാഗത്തായിട്ട് ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട്. നടപ്പാതയുടെ നിർമ്മാണം ഇനി നടക്കാൻ ബാക്കിയുള്ളത്. അപ്പോൾ ഈ ചെറിയ കാറ്ററക്കുള്ള സ്ഥലമാണ്. എന്തായാലും നമ്മുടെ മേഗാ കമ്പനിയുടെ വർക്ക് നമ്മുടെ ULCCൻ്റെ അത്ര ഫാസ്റ്റ് അല്ല, എന്നിരുന്നാലും ഇവിടെ വർക്ക് പുരോഗതി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് ഉയരമുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ ഇടതു ഭാഗത്തായിട്ട് നമ്മുടെ സർവീസ് റോഡ് നല്ല ഉയരത്തിലാണ് വരുന്നത്, വലതു ഭാഗത്തായിട്ട് താഴ്ന്നിട്ടാണ് വരുന്നത്. പെരിയ നവോദയ സ്കൂളിൻ്റെ അടുത്തുള്ള ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്കൂളിൻ്റെ മുൻവശത്തായിട്ട് ഫുട് ഓവർ ബ്രിഡ്ജ് വരുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ വർക്കാണ് റോഡിൻ്റെ സെൻട്രലായിട്ട് നിലവിലിപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ 2 ഭാഗത്തായിട്ടും ഇനി ഫൗണ്ടേഷൻ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പെട്രോൾ പമ്പിൻ്റെ ഭാഗത്തായിട്ടാണ് ഫുട് ഓവർ ബ്രിഡ്ജ് വരുന്നത്. അപ്പോൾ നമ്മളെ ഈ സ്കൂളിൻ്റെ അടുത്തായിട്ട് ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ. ഈ സർവീസ് റോഡ് കഴിഞ്ഞിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമ്മുടെ ഈ 45 മീറ്റർ പാത വരുന്നത് ഈ നടപ്പാതയും കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ മുതൽ നമ്മുടെ ഈ കുണിയ എത്തുന്നതിന് തൊട്ട് മുമ്പ് വരെ, അണ്ടർ പാസിന് തൊട്ട് മുമ്പ് വരെ ടാറിംഗ് പ്രവൃത്തികൾ നേരത്തെ കഴിഞ്ഞതാണ്. ഇവിടെ 2 ഭാഗത്തായിട്ടും സർവീസ് റോഡ് കൂടിയാണ് വാഹന ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുള്ളത്.
കുണിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഈ കാണുന്ന വലിയ കോളേജാണ്. അപ്പോൾ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ കാസർഗോഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാടും വികസിക്കുകയാണ്. ഒരുപാട് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും കാസർഗോഡ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഇനാഗുറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും കാസർഗോഡ് മെഡിക്കൽ കോളേജിൻ്റെ കെട്ടിട നിർമ്മാണം പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. നമ്മളങ്ങനെ കുണിയ എത്തിയിട്ടുണ്ട് കേട്ടോ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം കൂടിയാണ് നമ്മുടെ കുണിയെ താഴ്ന്നിട്ടാണ്. ഈ വയൽ കൂടിയാണ് 6 വരിപ്പാത വരുന്നത്. മണ്ണടിച്ച് ഉയർത്തിയിട്ട് വേണം ഇവിടെ റോഡ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ അണ്ടർ പാസേജിൻ്റെ നിർമ്മാണം ഇപ്പോൾ ഒരു വശത്ത് കഴിഞ്ഞിട്ടുണ്ട്. മറുവശത്തെ 3 വരിപ്പാതയിൽ ഇപ്പോൾ അണ്ടർ പാസേജിൻ്റെ വർക്കുകൾ നടക്കുകയാണ്. കൂടാതെ ഇവിടെ സർവീസ് റോഡിൽ കൂടിയാണ് ഇരുവശത്തോട്ടും വാഹനങ്ങൾ പോകുന്നത് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ മണ്ണടിച്ച് ഉയർത്തണം ഈ ഭാഗത്തൊക്കെ. അപ്പോൾ ഇവിടെ കുറച്ച് ഭാഗത്തായിട്ട് വെറ്റ് മിക്സിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ഈ ടാറിംഗ് പ്രവൃത്തികൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുണിയ ഈ അണ്ടർ പാസേജ് കഴിഞ്ഞ് പിന്നെയും വേറൊരു അണ്ടർ പാസേജും ചെറിയൊരു അണ്ടർ പാസേജും അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ വർക്ക് കഴിഞ്ഞ് വാഹനങ്ങൾ ഇരുവശത്തോട്ടും പോവുകയാണ് കേട്ടോ. ഇവിടെ മണ്ണടിച്ച് ഉയർത്തേണ്ടതായിട്ടുണ്ട് ഈ കുണി അണ്ടർ പാസേജിൻ്റെ തൊട്ട് മുൻവശത്തായിട്ട്. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ പെരിയാട്ടടുക്കം അണ്ടർ പാസേജ് നമ്മുടെ ചേരുമ്പ ഭാഗത്തോളം ഇരുവശത്തോട്ടും ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഇവിടെയൊക്കെ 3 വരിപ്പാത 6 വരിപ്പാത കൂടി വാഹനഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടില്ല. ഇരുഭാഗത്തോട്ടും സർവീസ് റോഡ് കൂടിയാണ് നിലവിൽ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ കുണിയയിലുള്ള ഒരു മനോഹരമായ സംഭവം, ഒരു ദൃശ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ ഈ മണ്ണിൽ അതിരുകളില്ലാത്ത മതമൈത്രിയുടെ കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ ക്ഷേത്രത്തിൻ്റെയും മസ്ജിദിൻ്റെയും ഒറ്റ കമാനാണ് നമ്മൾ ഈ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ബിലാൽ മസ്ജിദും ആയമ്പാറ മഹാവിഷ്ണു ക്ഷേത്ര കമ്മിറ്റിയും ഒന്നിച്ചിട്ടാണ് കേട്ടോ ഈ കമാനം ഒറ്റത്തൂണിൽ പണിതത്. നേരത്തെ ഉണ്ടായിരുന്ന പഴയ കമാനമായിരുന്നു. ക്ഷേത്രത്തിൻ്റെ UAEയിലുള്ള കമ്മിറ്റി പുതിയ കമാനം നിർമ്മിക്കാൻ തീരുമാനമെടുത്തത്. അത് ബിലാൽ മസ്ജിദ് കമ്മിറ്റിയുമായി കൂടിയാലോചിച്ചിട്ട് നിർമ്മിക്കുകയാണ് ഉണ്ടായത്. മാനവ സൗഹാർദ്ദത്തിൻ്റെ മനോഹരമായൊരു കാഴ്ചയാണ് നമ്മൾ കാസർഗോഡ് കുണിയയിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ചേരുമ്പ ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നമ്മളെ 3 വരിപ്പാത കൂടിയാണ് നമ്മൾ കാഞ്ഞങ്ങാട് ഭാഗത്തോട്ട് വരുന്നത്. ഇവിടെ മുതൽ ഡൈവേഷനിൽ സർവീസ് റോഡ് കൂടി വാഹനങ്ങൾ പോകുന്നുണ്ട്. ഇവിടെ മുതൽ ഡൈവേഷൻ വന്ന് അപ്പോൾ 6 വരിപ്പാതയും ഇവിടെയും തുറന്നു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കുറച്ച് ഭാഗം മാത്രമാണ് തുറന്നു കൊടുത്തിട്ടുള്ളത്. ഇടത് ഭാഗത്തായിട്ട് നമുക്ക് ഇടതും വലതും ഭാഗത്തായി 2 ഭാഗത്തായിട്ടും ഇപ്പോൾ ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കുകയാണ്. ചേരുമ്പ ഭാഗത്ത് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട്. കൂടാതെ ഇവിടെ ഒരുപാട് വർക്ക് ബാക്കിയുണ്ട്. ഡ്രെയിനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നടപ്പാതയുടെ നിർമ്മാണം നടക്കാൻ ബാക്കിയുണ്ട്. നമ്മളങ്ങനെ പെരിയാട്ടടുക്കം ടൗൺ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പെരിയാട്ടടുക്കം ടൗണിൽ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ 1 മാസം മുമ്പ് ഇതിലെ പോകുമ്പോൾ ഈ ഭാഗത്തൊക്കെ ഡ്രെയിനേജിൻ്റെ വർക്കാണ് ഈ 6 വരിപ്പാതയുടെ താഴെയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിലിപ്പോൾ മണ്ണടിച്ച് ഏകദേശം പെരിയാട്ടടുക്കം അണ്ടർ പാസേജിൻ്റെ ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സർവീസ് റോഡിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ്. ഇനി RE പാനൽ ഏകദേശം ഒരു 2 RE പാനലുകൾ വെച്ച് റെഡിയാക്കാൻ മാത്രമേ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് ഈ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് ഇനിയും ഒരുപാട് മണ്ണടിച്ച് ഉയർത്തേണ്ട വർക്ക് നടക്കാൻ ബാക്കിയുണ്ട്. നേരത്തെ ഈ ഭാഗത്ത് വർക്ക് ലാഗായിരുന്നതാണ്. നിലവിൽ നമുക്ക് ഈ ഭാഗത്ത് വർക്ക് പുരോഗതി കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല ഉയരത്തിലാണ് കേട്ടോ ഇവിടെ ഈ അപ്രോച്ച് റോഡ് വരുന്നത്. അപ്പോൾ ഈ സർവീസ് റോഡിൽ കൂടി സഞ്ചരിക്കുന്നവർക്ക് അറിയാൻ സാധിക്കും. നിലവിൽ ഈ ഭാഗത്ത് ലെവലായിട്ടുണ്ട്. ഏകദേശം അവസാന ഘട്ടത്തിലാണ് മണ്ണടിച്ച് ഉയർത്തുന്ന വർക്ക്. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് വെറ്റ് മിക്സിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട്. അപ്പോൾ പെരിയാട്ടടുക്കം ടൗണിൽ നിന്നുള്ള ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെരിയാട്ടടുക്കം ടൗണിൻ്റെ ദൃശ്യം മുഴുവനായിട്ടും കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ഒരു സുഹൃത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിനാലാണ് ഇപ്പോൾ നമ്മളിങ്ങനെ ഈ പെരിയാട്ടടുക്കം ടൗണിൽ കാണിക്കുന്നത് കേട്ടോ. അണ്ടർ പാസേജ് നല്ല വലിപ്പമുള്ള അണ്ടർ പാസേജാണ് ഇവിടെ അനുവദിച്ചിട്ടുള്ളത്. ഈ ഭാഗത്തൊക്കെ വെറ്റ് മിക്സിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഉയരത്തിലാണ്. നമുക്ക് ഈ ദൃശ്യത്തിൽ തന്നെ കാണാൻ സാധിക്കും. ഈ
ഈ അപ്രോച്ച് റോഡ് വരുന്നത്. അപ്പോൾ നിലവിൽ താഴെ നമ്മൾ ഈ ഇടത് ഭാഗത്തോട്ടുള്ള റോഡ് കൂടിയായിരുന്നു നേരത്തെയുള്ള ദേശീയപാത കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ വലിയ ഹൈടെൻഷൻ കേബിൾ ഇതിൽ കൂടി കടന്നു പോകുന്നുണ്ട്. വലിയ റിസ്ക്കിയാണ് ഈ ഭാഗത്തുള്ള വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളങ്ങനെ ബട്ടത്തൂർ ഭാഗത്തുള്ള ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ബട്ടത്തൂർ അണ്ടർ പാസേജിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ്. ഇവിടെ മുതൽ നമ്മുടെ പൊയിനാച്ചി ഓവർപാസ് എത്തുന്നതിന് തൊട്ട് മുമ്പ് വരെ ടാറിംഗ് പ്രവൃത്തികളൊക്കെ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇരുവശത്തോട്ടും ഇവിടെ മുതൽ വാഹനങ്ങൾ പോവുകയാണ്. കൂടാതെ സർവീസ് റോഡ് കൂടിയും വാഹനങ്ങൾ നേരത്തെ പോയിക്കൊണ്ടിരുന്നതാണ്. എന്തായാലും ഈ ഭാഗത്തെ വർക്ക് കുറച്ചും കൂടി ഫാസ്റ്റായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളെ ചെർക്കള മുതൽ ചട്ടഞ്ചാൽ വരെ ഭാഗത്ത് മാത്രമാണ് ഇവർ മേഘ കമ്പനിക്ക് വർക്ക് ചലഞ്ചിങ് ആയിട്ടുള്ളത്. ഇവിടെ ഒരു ഹൈടെൻഷൻ കേബിൾ കടന്നു പോകുന്നുണ്ട്. മയിലാട്ടി ഭാഗത്തുള്ള ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വലതുഭാഗത്തായിട്ട് മേഘ കമ്പനിയുടെ ഒരു വലിയൊരു ക്യാമ്പ് കാണാൻ സാധിക്കും. ഇവിടെയുള്ള തൊഴിലാളികളൊക്കെ ഇവിടെയാണ് താമസിക്കുന്നത്. കൂടാതെ ഈ മേഘ കമ്പനിയുടെ ഒരു ഗോഡൗൺ കൂടിയാണ് കേട്ടോ ഈ സ്ഥലം. അപ്പോൾ ഇവിടെയൊക്കെ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ട് സർവീസ് റോഡിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നടപ്പാതയുടെ നിർമ്മാണം മാത്രമാണ് ഈ ഭാഗത്ത് പൂർത്തിയാക്കാൻ ബാക്കിയുള്ളത് കേട്ടോ. ഈ വലതുഭാഗത്തായിട്ട് ട്രക്കുകൾ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അത് ഈ മേഘ കമ്പനിയുടെ ട്രക്കുകളാണ്. വലതുഭാഗത്തുള്ള 3 വരിപ്പാത കൂടിയാണ് ഇരുഭാഗത്തോട്ടും വാഹനങ്ങൾ നിലവിലിപ്പോൾ കടത്തി വിടുന്നത്. നേരത്തെ ഈ 6 വരിപ്പാത കൂടി ഈ വലതുഭാഗത്തുള്ള 3 വരിപ്പാത കൂടി വാഹനങ്ങൾ കടത്തി വിട്ടിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഭാഗത്ത് സമരങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. ഇവിടെയും അണ്ടർ പാസേജ് വേണമെന്ന് ആവശ്യപ്പെട്ടു. എന്തായാലും നിലവിൽ നമുക്ക് ഈ ഭാഗത്ത് സമരപ്പന്തൽ കാണുന്നില്ല. എന്തായാലും ഫുട് ഓവർ ബ്രിഡ്ജ് ഇവിടെ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവർക്ക് സമരം ചെയ്യാം. അതെന്തായാലും അനുവദിക്കാൻ സാധ്യതയുണ്ട്.
നമ്മൾ ഈ പൊയിനാച്ചി ടൗൺ എത്തുന്നതിന് തൊട്ട് മുമ്പിലായിട്ട് ഈ ഇടത് ഭാഗത്തായിട്ട് ഇവർ ഈ പാനലുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പൊയിനാച്ചി ടൗണിൽ ഓവർപാസ്സാണ് വരുന്നത്. അതിൻ്റെ നിർമ്മാണം നിലവിലിപ്പോൾ തകൃതിയിൽ നടക്കുകയാണ് കേട്ടോ. ഇവിടെ മുതൽ താഴ്ന്നിട്ടാണ് റോഡ് വരുന്നത്. അപ്പോൾ രണ്ട് ഭാഗത്തായിട്ടും സർവീസ് റോഡ് നല്ല ഉയരത്തിലാണ് കേട്ടോ വരുന്നത്. ഇവിടെ വർക്ക് നടക്കുകയാണ്. നിലവിൽ വലതുഭാഗത്ത് കുഴിയെടുത്തിട്ട് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടതുഭാഗത്തുള്ള റോഡ് കൂടിയാണ് നിലവിലിപ്പോൾ ഇരുഭാഗത്തോട്ടും വാഹന ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുള്ളത്. ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണം നടക്കുകയാണ്. ഇവിടെ ഡ്രെയിനേജിൻ്റെ നിർമ്മാണം നടക്കാൻ ബാക്കിയുണ്ട്. കൂടാതെ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് വർക്കുകൾ ഇനിയും നടക്കാൻ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഈ സർവീസ് റോഡ് പെട്ടെന്ന് റെഡിയാക്കിയാൽ വാഹന ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്താൽ ഇവർക്ക് ഈ ഓവർപാസിൻ്റെ നിർമ്മാണം പെട്ടെന്ന് പൂർത്തിയാക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ വലതുഭാഗത്തായിട്ട് നമ്മുടെ കരിച്ചേരി വഴി നമ്മുടെ ബന്തെടുക്ക പോകുന്ന റോഡാണ്. അപ്പോൾ അത് കഴിഞ്ഞുള്ള ഭാഗത്ത് നിലവിലിപ്പോൾ കുഴിയെടുത്തിട്ട് ഏകദേശം താഴ്ത്തിയിട്ട് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓവർപാസിൻ്റെ ഭാഗത്ത് ഇപ്പോൾ കോൺക്രീറ്റ് വർക്കുകളാണ് നടക്കുന്നത് കേട്ടോ. ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്കും വലതു ഭാഗത്തായിട്ട് നടക്കുന്നതായി നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ ചെറിയൊരു കാൾവേർട്ട് വരുന്നുണ്ട്. അതിൻ്റെ നിർമ്മാണം ഒരു വശത്ത് കഴിഞ്ഞിട്ടുണ്ട്, മറുവശത്ത് അതിൻ്റെ നിർമ്മാണം നടക്കുകയാണ്. നിലവിലിപ്പോൾ രണ്ട് ഭാഗത്തായിട്ടും ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് കൂടി വാഹനങ്ങൾ പോകുന്നുണ്ട്. ഇരുവശത്തും ഇപ്പോൾ 6 വരി പാതയുടെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചട്ടഞ്ചാൽ എത്തുന്നതിന് തൊട്ട് മുമ്പായി ചട്ടഞ്ചാൽ അപ്രോച്ച് റോഡ് 55 മൈൽ കഴിഞ്ഞുള്ള ഭാഗം വരെ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇനി ഈ ഭാഗത്തായിട്ട് ഫുട്പാത്തിൻ്റെ വർക്കാണ് നടക്കാൻ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണം വലതുഭാഗത്തായിട്ട് കുറച്ച് ഭാഗങ്ങളിലായിട്ട് നടക്കാൻ ബാക്കിയുണ്ട്. നമ്മളങ്ങനെ ചട്ടഞ്ചാൽ 55 മൈൽ ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ പെരിയ മുതൽ ചട്ടഞ്ചാൽ 55 മൈൽ വരെയുള്ള വർക്ക് അപ്ഡേറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ.